മുട്ടിന്റെ തേയ്മാനം എന്നത് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു പ്രോബ്ലമാണ്. മുട്ടുവേദന വരുമ്പോൾ നമ്മളുടെ മുട്ടിൽ നിന്നും ഞരമ്പുകൾ വഴി ഈ ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ സിഗ്നൽ ബ്രെയിനിലേക്ക് എത്തുകയും അതുമൂലം നമുക്ക് വേദന അനുഭവപ്പെടുകയും ചെയ്യും. എന്നാൽ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു പുതിയ ട്രീറ്റ്മെന്റിനെ കുറിച്ചാണ്. എങ്ങനെ മുട്ടുവേദന നമുക്ക് ഇല്ലാതെയാക്കാം. ഈ ഒരു ട്രീറ്റ്മെന്റിനെ നമ്മൾ റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ ടെക്നിക് എന്നാണ് വിളിക്കുന്നത്. ഈ ഒരു ട്രീറ്റ്മെന്റ് വഴി മുട്ടിലെ വേദന നമുക്ക് മാക്സിമം കൺട്രോൾ ചെയ്യാൻ പറ്റുകയും അതുപോലെ തന്നെ ഈ വേദന രഹിതമായിട്ടുള്ള ഒരു പീരീഡ് നമുക്ക് ഒരുപാട് നാൾ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഏതൊക്കെ പേഷ്യൻസിൽ നമുക്ക് ചെയ്യാം എന്നുള്ളത് നോക്കാം. മുട്ടിന് സന്ധിവാതമുള്ള പ്രായമായ പേഷ്യൻസ് അവർക്ക് സർജറി ചെയ്യേണ്ട എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രൊസീജിയർ ചെയ്യാവുന്നതാണ്. മുട്ടിന് സന്ധിവാതമുണ്ട്, എന്നാൽ പല കാരണങ്ങളാൽ, ഫോർ എക്സാമ്പിൾ ഷുഗർ, പ്രഷർ, ഹാർട്ട് പ്രോബ്ലം, ഈ പ്രോബ്ലംസ് എല്ലാം കൊണ്ട് നമുക്ക് സർജറി ഭയങ്കര റിസ്ക്കിയാണ്. അങ്ങനെയുള്ള പേഷ്യൻസിന് നമുക്ക് ഈ ഒരു ട്രീറ്റ്മെന്റ് ചൂസ് ചെയ്യാം. യങ് ആയിട്ടുള്ള പേഷ്യൻസ്, ഒരു 40 വയസ്സൊക്കെ ഉള്ള ആൾക്കാർക്ക് മുട്ടുവേദന വരുമ്പോൾ നമുക്ക് ഈ ചികിത്സ പ്രിഫർ ചെയ്യാം. ഈ മുട്ട് മാറ്റിവെച്ച പേഷ്യൻസിനാണ്, അവർക്ക് മുട്ട് മാറ്റിവെച്ചതിന് ശേഷവും വേദന അധികമായിട്ട് നിൽക്കുന്നു. ഇങ്ങനെയുള്ള പേഷ്യൻസിനും നമുക്ക് ഈ ട്രീറ്റ്മെന്റ് അനുയോജ്യമാണ്. മേൽ പറഞ്ഞ ഈ പേഷ്യൻസിന് ഇത് എന്തുകൊണ്ടും ഒരു അനുയോജ്യമായ ട്രീറ്റ്മെന്റ് ആണ്. ഇത് ഒരു സർജറി അല്ല, ഇതിൽ മുറിവുകളോ പാടുകളോ ഇല്ല. ഈ ഒരു ട്രീറ്റ്മെന്റിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതൊരു ഡേ കെയർ പ്രൊസീജിയർ ആണ്. ഒന്ന്. രണ്ടാമത്, ഇതൊരു ലോക്കൽ അനസ്തീഷ്യയിലാണ് ഈ ഒരു പ്രൊസീജിയർ ചെയ്യുന്നത്. മൂന്നാമതായി, ഈ ഒരു പ്രൊസീജിയറിന് ശേഷം നമുക്ക് അധികം റെസ്റ്റ് ആവശ്യമില്ല. 1-2 ദിവസത്തിനുള്ളിൽ നമുക്ക് നോർമൽ ആക്ടിവിറ്റീസിലേക്ക് തിരിച്ചു പോകാവുന്നതാണ്. നാലാമതായി, സർജറി വെച്ച് കമ്പയർ ചെയ്താൽ ഇതിന് റിസ്ക് വളരെ കുറവാണ്. വളരെ സേഫ് പ്രൊസീജിയറാണ്.